CPM മതനിരപേക്ഷ സ്വഭാവം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് CPM എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു വിഭാഗത്തിൻ്റെ മാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് വർഗീയ ശക്തികളാണ് ഇതിനെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത്. മതനിരപേക്ഷത ഇല്ലാത്ത പാർട്ടിയായി ഇത് മാറി. അതാണ് പ്രധാനപ്പെട്ട കാരണം. പിന്നെ ഈ രാജ്യത്ത് മോഡി ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ധാരാളം പദ്ധതികൾ കഴിഞ്ഞ 10 വർഷക്കാലങ്ങൾക്കിടയിൽ രാജ്യം ഭരിക്കുന്ന മോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. വേറൊന്നും വേണ്ട, നമ്മുടെ ഉദാഹരണം നമ്മുടെ നാഷണൽ ഹൈവേ മാത്രം എടുത്താൽ മതി. കേരളത്തിൽ ഏറ്റവും വലിയ വികസന പദ്ധതിയാണ്. നമുക്കെല്ലാവർക്കും ഏറ്റവും ഗുണകരമാവുന്ന രൂപത്തിലുള്ള പദ്ധതികളാണ്. ഇപ്പോൾ മറ്റൊന്ന് റെയിൽവേയിൽ നടന്നിട്ടുള്ള വികസന പദ്ധതികൾ ഞാൻ എടുത്തു പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന 2 പ്രവർത്തനങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചെന്നേ ഉള്ളൂ. ഇതെല്ലാം ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന നയങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കി മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് BJPയിൽ അംഗത്വം എടുത്തിരിക്കുന്നത്. പാർട്ടിയിലെ പരാതി നേതൃത്വത്തോട് പറഞ്ഞിട്ട് അവർ പരിഹരിക്കാൻ തയ്യാറായിട്ട് ആലപ്പുഴയിൽ ഒരുപാട് വിഭാഗികൾ നിങ്ങളെ ഈ പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ച് ഇത് പാർട്ടി കുടുംബമാണ്. അമ്മ ദീർഘകാലം പാർട്ടി SFI മുതൽ പാർട്ടികളുണ്ട്, ഒന്നും ചെവിക്കൊണ്ടില്ല. അതാണോ? അതല്ല, ഇനി ആ പാർട്ടിയിൽ നിന്ന് ഇപ്പോഴത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ ആലപ്പുഴ, എൻ്റെ നാടാണ് ആലപ്പുഴ. ഞാൻ ആലപ്പുഴയിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായിരുന്നു. ആലപ്പുഴയിലുണ്ടായ ദയനീയ പരാജയം CPM നമ്മളെല്ലാം മുന്നിൽ കണ്ടതാണ്. കേരളത്തിലുള്ള അവസ്ഥ അതുതന്നെയാണ്. ഇനി മുന്നോട്ട് പോകാൻ ഈ പാർട്ടിക്ക് പറ്റില്ല. പ്രത്യേകിച്ച് സുധാകരൻ സാറിൻ്റെ അവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വിഭാഗത്തിൻ്റെ കയ്യിലേക്ക് ഈ പാർട്ടി പോവുകയാണ്. അതിൻ്റെ ഭാഗത്തേക്ക് ഇന്ത്യയിലെ ഏറ്റവും നല്ല പൊതുപ്രവർത്തകനാണ്, ഏറ്റവും നല്ല മന്ത്രിയായി പ്രവർത്തിച്ച് ദീർഘകാലം കേരളത്തിന് വേണ്ടി സേവനം അനുഷ്ഠിച്ചാണ് സുധാകരൻ സാർ. അദ്ദേഹത്തിന് പോലും ഈ പാർട്ടിയിൽ ദയനീയമായ അവസ്ഥയാണ് ആലപ്പുഴയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഒരു കാരണമാണ്. അതെല്ലാം ഒരു ഘട്ടത്തിൽ കഴിഞ്ഞു, അതെല്ലാം 2 വർഷമായി. അതിനെക്കുറിച്ചറിയില്ല. അതുണ്ട്, ധാരാളം പേർ, ആയിരക്കണക്കിന് പേർ ഈ പാർട്ടി വിട്ടുപോകുന്നൊരു രീതിയാണ്. ഈ സമ്മേളനമൊക്കെ കഴിയുമ്പോൾ എല്ലാവരും ബോധ്യപ്പെടും. അതിപ്പം കുറച്ച് കാലം എടുത്തു. മത്സര രംഗത്തേക്കില്ല. ഇനി ജില്ലാ പഞ്ചായത്ത് അംഗത്തിന് രാജിവെക്കും.